കോയമ്പത്തൂരിൽ നിന്ന് മധുരയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. സുഹൃത്ത് KPയുടെ ബൈക്ക് എടുത്താണ് യാത്ര. ടെമ്പിൾ സിറ്റി, ഫുഡ് സിറ്റി, കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്, അങ്ങനെ മധുരയ്ക്ക് പറയാൻ ധാരാളം ചരിത്രങ്ങളുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് ഒരു കൊട്ടാരത്തിലേക്കാണ്. ഇതാണ് തിരുമലൈ നായ്ക്കർ മഹൽ. 400 വർഷത്തോളം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന്. 1636 തിരുമലൈ നായക് നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. മധുരയുടെ പ്രതാപകാലമായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തലസ്ഥാനം മധുരയിലേക്ക് മാറ്റിയത്. ദ്രവീഡിയൻ, ഇസ്ലാമിക്, ഇറ്റാലിയൻ, ഗ്രീക്ക് വാസ്തുവിദ്യകളുടെ സമന്വയമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ കൊട്ടാരം യഥാർത്ഥ കൊട്ടാരത്തിൻ്റെ 4/1 ഭാഗം മാത്രമാണ്. തിരുമലൈ നായക്കിന് ശേഷം മധുരൈ ഭരിച്ച ചൊക്കനാഥ നായക് കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും നീക്കം ചെയ്ത് തിരുച്ചിറപ്പള്ളിയിൽ മറ്റൊരു കൊട്ടാരം നിർമ്മിക്കാൻ ശ്രമിച്ചു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നേപ്പിയർ ഈ കൊട്ടാരം റീസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമായാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മനോഹാരിത ഇവിടെ നിലനിൽക്കുന്നത്. ഈ കാണുന്ന മനോഹരമായ തൂണുകൾ ഈ കൊട്ടാരത്തിന്റെ സവിശേഷതയാണ്. ഈ കൊട്ടാരത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഓരോ നിമിഷവും പ്രതാപ കാലഘട്ടത്തിൽ ഈ കൊട്ടാരം എങ്ങനെയായിരിക്കും എന്നതായിരുന്നു എൻ്റെ ചിന്ത. മധുരയിൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മഹത്തായ നിർമ്മിതിയാണ് ഈ കാണുന്നത്. ധാരാളം സിനിമകളിൽ ഈ കൊട്ടാരം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഫ്രെയിമുകൾ എൻ്റെ മനസ്സിൽ മിന്നിമറയുന്നുണ്ടായിരുന്നു. മധുരയിലെ കഥകൾ തുടരും.